ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളത് ജനസർവീസ് കയറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ഇതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനെ ഉപയോഗിക്കാം. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബ്രേക്ക് ഷൂ നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂട്ടായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെയാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ അത്യാവശ്യം മോശമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടാം. അതുപോലെ പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് മാറ്റിയിടാം. പിന്നെ ഒരു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ്സ് പറഞ്ഞിരുന്നു. പിന്നെ വണ്ടി നിർത്തുമ്പോൾ ഓഫായി പോകുന്നത് കംപ്ലൈൻറ്റൊക്കെ സ്ലോ ആക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ആ പ്ലഗും എയർ ഫിൽറ്ററൊന്നും മാറ്റിയിടാം. എന്നിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് കാർബറേറ്റർ അയക്കേണ്ടതായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല. നമുക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ പ്ലഗും എയർ ഫിൽറ്ററും പ്ലഗിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും വരാൻ അങ്ങനെ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് മാറ്റിയിട്ടാക്കാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിളായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയച്ചത്. അപ്പോൾ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ വണ്ടി ഓട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഒരു വെട്ടൽ കാണിക്കുന്നില്ല. ഈ ടയർ കണ്ടോ, ടയർ ഒരു സൈഡ് അത്യാവശ്യം തേയ്മാനം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എയർ കറക്റ്റ് ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തേയ്മാനം കാണിക്കും. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എയറൊക്കെ ഇപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എയറൊക്കെ ചെക്ക് ചെയ്ത് തരും. ഇടയ്ക്കുന്ന എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പിന്നെ അതുപോലെ നമ്മൾ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തു. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിലൊക്കെ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും കൂടി ഒക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.14 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കും. വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാനായിരുന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. സൈഡ് സ്റ്റാൻഡ് ഭയങ്കര ലൂസാണത്. തട്ടി കഴിഞ്ഞാലും നമുക്ക് നല്ല ലൂസാണത്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് റെഡി ആക്കിയിടാൻ പറ്റുമെങ്കിൽ റെഡി ആക്കിയിടാം. അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റാൻഡ് മാറ്റേണ്ടി വരും. ഞാൻ സ്റ്റാൻഡ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് റെഡി ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ റെഡി ആക്കിയിടാം. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്നൊരു എസ്റ്റിമേറ്റ് വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.